അപ്പോൾ ദീപ്തിയുടെയൊക്കെ സാക്ഷ്യം അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ദീപ്തിയുടെ സാക്ഷിയൊക്കെ അവസാനിക്കും. ദീപ്തി പറയണത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ജീവിത അവസാനം വരെയാണ്. അത് ദീപ്തി മാത്രമല്ല, അങ്ങനെ പറയുന്ന അക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. ഞാൻ ആ സാക്ഷ്യത്തെക്കുറിച്ച് പറയാം. ഇപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദീപ്തി എന്ന് പറയുന്ന സഹോദരി ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം ജീവിക്കാൻ ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ എഴുതിയുള്ളൂ. ആ എഴുതിയിട്ട് റിസൾട്ട് വരുന്ന ദിവസം ഇവിടെ വന്നിരുന്നിട്ട് 9 വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് റിസൾട്ട് ഓപ്പൺ ചെയ്ത്. അപ്പം തന്നെ അമ്മ പറഞ്ഞതുപോലെ അവൾ ഫുൾ സ്കോർ ചെയ്ത് ആൾ ക്ലിയറായി. ജയിച്ചത് മാത്രമല്ല, പിന്നീട് ഇൻ്റർവ്യൂ, വിസ എല്ലാം. അവളെ പറയണത്, ഞാനൊരു പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ജീവിതം ഇപ്പോഴാമ പോലെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ? ഉടമ്പടി എടുക്കുമ്പോൾ ആ ആമയെ ഒരാൾ എടുത്തോണ്ട് ഓടിയാൽ എങ്ങനെ ഇരിക്കും? ആമ ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പതുക്കെ പോയി. അപ്പോൾ ആ ആമയെ കണ്ടിട്ട് ഒരാൾ ആ ആമയെ എടുത്തോണ്ട് ഓടിയാൽ എന്ത് സ്പീഡ് ഉണ്ടാവും ആമയ്ക്ക്? അതുപോലുള്ള സ്പീഡ് ഉടമ്പടിയിൽ ഉണ്ടാകുമെന്ന്. ഇത് ഇവളുടെ ഹൃദയത്തിൽ അങ്ങനെ തറച്ച്. ഞാൻ മറന്നുപോയി. അന്ന് ഈശോ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്. ഞാൻ ചിന്തിച്ച് പറഞ്ഞൊന്നുമല്ലത്. പക്ഷെ അവൾക്ക് വേണ്ടി അമ്മ പറയിപ്പിച്ചതാണ് എൻ്റെ ഉള്ളിലൂടെ. അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു ആയിട്ട് ജയിച്ചു, പെട്ടെന്ന് വിസയായി, പെട്ടെന്ന് ഇൻ്റർവ്യൂ ജയിച്ചു, അതുപോലെ തന്നെ ജോലി ഓക്കെ ആയി. ഇപ്പോൾ ആൾ കയറിപ്പോയി. അപ്പം ഇത്രയും പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിച്ചത്. ആമയെ എടുത്തോണ്ട് ഓടിയ പോലെയും കൈയിട്ടിച്ച് കർത്താവ് അതായത് പിന്നെ നിങ്ങൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ദിവസങ്ങളിൽ മിനി രാജൻ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം ഉണ്ടായി. അതും ഭയങ്കര, അത് അക്രൈസ്തവ സാക്ഷ്യമാണ്. നമുക്കറിയാമല്ലോ, 50-50 ആൾക്കാർ സാക്ഷ്യം പറയണത്. ഉടമ്പടിയിൽ അമ്മ ആർക്കും ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആർക്കും പക്ഷഭേദമില്ല. മിനി രാജൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനി രാജൻ എന്ന് വരുമ്പോൾ അവരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് ഒരു മകനുണ്ട്. മകന് പൊക്കമില്ല. അവളൊരു പൂക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കമില്ലാത്ത അപ്പോൾ ഭയങ്കര സങ്കടമാണ്. പൊക്കമല്ലേ, സംസാരിക്കത്തില്ല. മകനുണ്ട്, സംസാരിക്കത്തില്ല. അപ്പോൾ സംസാരിക്കാത്ത മകന് ജീവിത പങ്കാളി കിട്ടണ ഭയങ്കര പാടല്ലേ. അപ്പം മിനി രാജൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ, ഇതാണല്ലോ അവളുടെ ഉത്കണ്ഠ, ഇതാണല്ലോ. അപ്പോൾ അമ്മ ഒരു ദർശനം കാണിക്കും. എന്താണ്? ഒരു മണ്ഡപം. ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസൊക്കെ മണ്ഡപമല്ലേ ഉള്ളത്, ഞങ്ങൾക്ക് ഈ അൾത്താര ഉള്ളതുപോലെ മണ്ഡപം കാണിക്കും. മണ്ഡപത്തിൽ മാലയും ഇട്ടുകൊണ്ട് ഇവൻ്റെ മകൻ നിൽക്കും. അമ്മ കാണിക്കുന്ന സ്വപ്നമാണ്. എന്നിട്ട് ഒരു ജീവിത പങ്കാളിയെ കാണിക്കും. അവൾ മാലയിട്ട് നിൽക്കും. അപ്പോൾ മനസ്സിലാവും ഇത് അമ്മ കാണിച്ച്. അപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണം അമ്മ ഏറ്റെടുത്തത് മനസ്സിലാകും. അവർക്ക് മനസ്സിലായല്ല. ചെറുക്കൻ പെണ്ണും കൂടി മാലയിട്ട് മണ്ഡപത്തിൽ നിൽക്കുന്നുണ്ട്, അത് കല്യാണമാണ്. അപ്പോഴേ ഇവൾക്ക് തോന്നും, ഇത് ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഈ വിഷയം എനിക്കിങ്ങനെ കല്യാണ വിഷയമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഇങ്ങനെ സ്വപ്നം കണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ അടുത്ത ദിവസം തന്നെ കല്യാണം നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മ കാണിച്ച അതുപോലെ നടന്നു കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ദുഃഖമുണ്ട്. എന്താണ്? ഒരു സംസാരിക്കാത്ത ജീവിത പങ്കാളിത്തെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോഴവർക്കൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അവർ എഡ്വിനെന്ന് പറഞ്ഞൊരു സെയിൽസ് ടാക്സ് ഓഫീസറാണ്. ഈ പൂക്കടയിൽ ചെന്നപ്പോൾ ഇവളോട് പറഞ്ഞത്, നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ അവൾ ഉടമ്പടി എടുത്താണ് കല്യാണം നടന്നത്. അപ്പോൾ എഡ്വിൻ സാറിനോട് ഉടനെ മിനി രാജൻ പറയും, സാറേ ഇനി പിള്ളേരുണ്ടാകുമ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും സംസാരിക്കാൻ കഴിവില്ലല്ലോ. അപ്പോൾ മക്കൾക്കും സംസാരിക്കാൻ കഴിവില്ല വന്നാൽ എന്തു ചെയ്യും? അതെൻ്റെ വലിയ ദുഃഖമാണെന്ന് പറയും. അപ്പോൾ ഉടനെ എഡ്വിൻ സാറ് പറയും, എഡ്വിൻ സാർ ഒരു മെൻഡർ മിഷണറിയാണ്. മിഷണറിയാണ്, പക്ഷെ മെൻഡർ. എഡ്വിൻ സാർ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ നിൻ്റെ മകന് ജനിക്കാൻ പോണ കുഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറയാമെന്ന് പറയും. അതാണ് മെൻഡർ മിഷണറി എന്ന് പറയണത്. ഇങ്ങനെ കുറേ മെൻഡർ മിഷണറിമാരുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്കൊക്കെ ദൈവം നിത്യസമാനം വച്ചിരിക്കുന്നത് ഭയങ്കരമായിരിക്കും. അത് കഴിഞ്ഞാൽ അവർ ദൈവത്തെ അറിയിക്കുക മാത്രമല്ല,
അറിഞ്ഞവരുടെ ഉത്തരവാദിത്തങ്ങൾ വഴി അറിഞ്ഞവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ സുവിശേഷ വേലയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തുമാത്രം ആൾക്കാർ സുവിശേഷ വേല ചെയ്യുന്നുണ്ട് ലോകത്ത് മുഴുവനും. അതുകൊണ്ടല്ലേ ഈ ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിച്ച് പോണത്. പക്ഷേ ആ കുഞ്ഞ് അവൾ പ്രഗ്നൻ്റായി, അവൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് നല്ലവണ്ണം സംസാരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഞാൻ ഈ മിനിരാജിൻ്റെ സാക്ഷ്യം നിങ്ങൾ പറയുമ്പോഴേ എന്തുകൊണ്ടാണ് ആ സാക്ഷ്യം പറയണത്? ഉടമ്പടി മഹത്തരമാണെന്ന് പറയാനല്ല. ഈ ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഇടിമിന്നൽ പോലെ ദൈവം ഇവരോട് ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കാരണങ്ങളുണ്ട്. കാരണം ഇവരുടെ നിലപാടാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ടോപ്പിക്ക് അതാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോമൺ നിലപാടുണ്ട്. ബിനിരാജൻ പറഞ്ഞ അവസാനിപ്പിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഞാനിങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുക്കുകയല്ല ചെയ്യണത്. ഞാൻ ഈ ഉടമ്പടി അങ്ങോട്ട് ജീവിക്കുകയാണ്. എൻ്റെ മരണം വരെ എനിക്ക് വേണ്ടത് നിത്യതയാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഇതാണ് വിഷയം. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളുടെ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. 15% ആൾക്കാരും 80% ആൾക്കാരും ആ കാര്യം കണ്ടു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങൾക്കും അതിനോട് എന്താ പ്രശ്നം? ഉടമ്പടി എടുത്ത അമ്മ 90 ദിവസം എന്നാണ് പറഞ്ഞത്. പിന്നെ ആൾക്കാർ ആ പ്രത്യേക അഭിഷേകം കൊടുത്ത കിട്ടിയ ആൾക്കാരാണ് പ്രത്യേകത അത് പുതുക്കിയിട്ട് അത് ഒരു ജീവിത രീതിയായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണിപ്പോൾ ഈ ചാര ഉടമ്പടിയൊക്കെ ആയത്. അമ്മയുടെ സിൽവർ ഗ്രേ ഉടമ്പടി ഉണ്ടല്ലോ, സിൽവർ ഗ്രേ ഉടമ്പടിയൊക്കെ എന്ത് കാണാൻ രസമാണെന്ന് അറിയാം. അത് കാണാം. ആ പേപ്പർ തന്നെ അമ്മ അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണ്, സിൽവർ ഗ്രേ. അതായത് അവരെ സംബന്ധിച്ച് അവിടെ ആവശ്യങ്ങളൊന്നുമില്ല. അവരുടെ ആവശ്യങ്ങൾ ദൈവം തന്നെയാണ്. ദൈവത്തെക്കാൾ വലിയ ആവശ്യം എന്താ? മനുഷ്യനെ. അതുകൊണ്ടാണ് ഈ മിനി രാജ ഇങ്ങനെ പറയണം, ഞാനിതുകൊണ്ട് അവസാനിപ്പിക്കത്തില്ല, എനിക്ക് വേണ്ട നിത്യതയാണെന്ന്. ഞാൻ ഉടമ്പടിയിൽ അങ്ങനെ ജീവിതം തുടരുകയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതൊരു നിലപാടാണത്. അപ്പം ദൈവത്തിനറിയാം ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളറിയാം ഇത് തൽക്കാലത്തേക്ക് ഈ IELTS കൊണ്ട് അവസാനിപ്പിക്കുമോ, കല്യാണം കെട്ടണം കൊണ്ട് അവസാനിപ്പിക്കുമോ, കുഞ്ഞുങ്ങളുണ്ടാകുന്ന കൊണ്ട് അവസാനിപ്പിക്കുമോ, വസ്തു വിൽക്കണം കൊണ്ട് അവസാനിപ്പിക്കുമോ, വിദേശത്ത് പോകണം കൊണ്ട് അവസാനിപ്പിക്കുമോ എന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഇതിൻ്റെ ലൂപ്പ് ഹോളാണത്. നിങ്ങൾ നേരത്തെ ദൈവമായിട്ട് ഒരു ധാരണ എത്തിച്ചേരും. മാതാവേ, ഇപ്പം എനിക്ക് വിഷയമുണ്ട്, ശരി, നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ജീവിക്കണത് ഇത് അന്ത്യം വരെ ദൈവത്തിൻ്റെ മകളായി, ദൈവത്തിൻ്റെ മകനായി ജീവിക്കും. പറയുക, കർത്താവേ, ഞാൻ ഉടമ്പടി പ്രകാരം സാക്ഷിയായി വിശുദ്ധിയോടെ അന്ത്യം വരെ സാക്ഷിയായി ജീവിച്ചു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും എൻ്റെ മക്കളെ, ഉടമ്പടി എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ നിലപാട്, നയം, സമീപനം അതൊക്കെ അർത്ഥവത്തായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് ഒത്തിരിയേറെ നമ്മളതിൻ്റെ നിലനിൽക്കും. ഇപ്പം മിനി രാജ്യം പറഞ്ഞ എന്താണ്? എനിക്ക് നിത്യതയാണ് വേണ്ടതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല. കാരണം അത് പരിശുദ്ധാത്മാവ് അവരോട് പറയണതാണ്. നീ നിൽക്കുക, നിനക്ക് ഞാൻ നിത്യത തരും. അല്ലെങ്കിൽ അവൾക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഇവിടെ സിൻസിയറിറ്റി കണ്ടിട്ട്, സത്യസന്ധത കണ്ടിട്ട്, വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ കരുക്കൾ നീക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത നോട്ടാണത്. എന്താണ്? നിനക്ക് ഞാൻ നിത്യത അവകാശമാക്കി തരും, നീ നിലനിൽക്കാൻ പറയും, നീ നിൽക്കാൻ പറയും. കാര്യം ഒരു വിഷയം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നിനക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നത്തിൻ്റെ മണം കേട്ടാൽ മതി, ദൈവം അവിടുന്ന് പോകത്തില്ല. ഒരു രോഗത്തിൻ്റെ അതായത് വിഷയം വെച്ചാൽ, അതായത് നമ്മളുടെ ഒരു കേമത്വമോ പ്രാർത്ഥനയോ ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്വാഭാവികമായ സ്വത്വമെന്ന് പറയണത് പ്രശ്നങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണതാണ്. അതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ ഹൃദയം അലിഞ്ഞു പോകും. നമ്മുടെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ
അപ്പം തന്നെ ഹൃദയം അലിയും, മനസ്സലിഞ്ഞു പോകും. പണ്ട് അതായത് മനസ്സലിവ് ഈ ക്രിസ്തുവിൻ്റെ അവതാരത്തിന് ശേഷമാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഇത്രയും പ്രകടമായിരിക്കണത്. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വെളിപാടുകളെല്ലാം അന്ന് തിന്മകൾ പെരുകിയത് കാരണം, മനുഷ്യരാശിക്ക് ദിശാബോധമില്ലാഞ്ഞത് കാരണം ദിശാബോധം കൊടുക്കാൻ വേണ്ടി കൽപ്പനകളും കൽപ്പന അനുസരിച്ച് നടക്കാത്തവർക്ക് ശാസ്ത്രീയ ശിക്ഷയുമായിട്ട് ദൈവത്തിൻ്റെ റാത്ത് ഓഫ് ഗോഡാണ് ഉണ്ടായിരുന്നത്. ഈ റാത്ത് ഓഫ് ഗോഡ് ഒരു പവറാണ്. ഈ പവർ തന്നെയാണ് പുതിയ നിയമത്തെ കൺവേർട്ട് ചെയ്തിട്ട് ഹൃദയാലിവായിട്ടും കരുണയായിട്ടും മാറിയിരിക്കുന്നത്. അപ്പം കരുണയും ദൈവത്തിൻ്റെ ഒരു പവറാണ്. ശ്രദ്ധിക്കട്ടെ. നിബന്ധനകള് വിശ്വസ്താപൂർവം പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായ സങ്കടങ്ങളോട് റിസപ്റ്റിവിറ്റിയുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആര് പ്രാർത്ഥിച്ചാലും എന്ത് വിഷയമായാലും ദൈവമെന്ന് വിളിക്കുമ്പോൾ ഏത് മൈതാനത്ത് നിന്ന് വിളിച്ചാലും ദൈവം കേൾക്കണതിൻ്റെ കാരണം അതാണ്. പക്ഷെ നമുക്കങ്ങനെ മൈതാന ബന്ധമല്ല വേണ്ടത്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം മൈതാന ബന്ധമാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പനും മക്കളും തമ്മിലുള്ള ഗാർഹിക ബന്ധവും രക്തബന്ധവുമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു പൊതുബന്ധത്തെക്കാൾ ഉപരി സ്വകാര്യമായ ഗാർഹികമായ രക്തബന്ധത്തിലേക്ക് എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ നീ പുനഃക്രമീകരണം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ പറഞ്ഞേ, അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ മരിച്ചവനെ ഉയർപ്പിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണിത്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന് ആരും പ്രേരിച്ചില്ല. ആ വിധവ കരഞ്ഞ് പറഞ്ഞോ, കർത്താവ് എൻ്റെ മകനെ ഉയർപ്പിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഇത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടും കണ്ണുനീരിനോടും നേരിട്ട് ആരും പറയാതെയും ചോദിക്കാതെയും പ്രാർത്ഥിക്കാതെയും തന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്വഭാവമാണ്. സ്വാഭാവികമായി അതിനോട് പ്രതികരിക്കുന്ന സ്വഭാവമാണ് ദൈവത്തിനുള്ളത്. ഇതാണ് മനസ്സലിവെന്ന് പറയണത്. അപ്പോൾ അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കുക. അതേ പക്ഷേ ഇത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ എവിടെ ഇരുന്ന് പറഞ്ഞാലും ദൈവം കേൾക്കും, ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത്. പിന്നെ നമ്മൾ എന്താണ് ഉടമ്പടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മൈതാന ബന്ധം പോരാതെ വരുമ്പോഴാണ് മനസ്സിലായത്. നമുക്കെന്താ വേണ്ടത്? ഒരു വ്യക്തിബന്ധമാണ് വേണ്ടത് ദൈവമായിട്ട്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു വസ്തുവിനോ വിഷയത്തിനോ ദൈവം ഇടപെട്ടിട്ട് ഒരു ഭൗതിക ആനുകൂല്യം കിട്ടിയിട്ട് അപ്പം ജീവിച്ച് പോണ താൽക്കാലിക ബന്ധമല്ല. നമുക്ക് വേണ്ട എന്താണ്? നിത്യതയുടെ ബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വകാര്യ ബന്ധം ഉണ്ടാകണമെന്ന് പറയണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മുടെ സൽപ്രവൃത്തി ശുശ്രൂഷയൊക്കെ വരണത്. നമ്മൾ എന്തുമാത്രം സൽപ്രവൃത്തിയാണ് ഉള്ളത്. മൈതാനത്ത് നിന്ന് പ്രാർത്ഥിക്കുക മുടക്കമൊന്നുമില്ലല്ലോ.
അപ്പോഴും ദൈവമായിട്ട് നമുക്ക് സ്വകാര്യ ബന്ധം ഉണ്ടാകുന്നില്ല. നമുക്ക് ക്ലെയിമുമില്ല. എന്നാ ക്ലെയിം നമുക്കുണ്ട്? ഉടമ്പടിയിലാകുമ്പോൾ നമുക്ക് ക്ലെയിമുണ്ട്. നമുക്കറിയാം ക്ലെയിം എന്ന് പറയുന്നത് മെരിറ്റാണ്. ഈ ദിവസങ്ങളിൽ ക്ലെയിം ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടാഞ്ഞ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. ഡോക്ടർ ദേവിയുടെ സാക്ഷ്യം കിടപ്പുണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഡോക്ടർ ദേവിയുടെ പ്രശ്നമുണ്ട്, അവർക്ക് ക്ലെയിം ഉണ്ട്. നല്ല 23 അവർ ഒരു ഫിസിയോളജി അതായത് ഹ്യൂമൻ ബോഡിയുടെ ഫിസിഷ്യനാണ് അവർ. പക്ഷേ അവർക്ക് അവർ കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. എത്ര കൊല്ലമായി? 23 കൊല്ലം. 23 കൊല്ലം ഒരു കോളേജിൽ ഒരു ഡോക്ടർ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. ഡോക്ടർ ദേവി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിട്ടയർഡ് ആവും. 23 കൊല്ലം പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഇത് ഇപ്പോഴും പെർമനൻ്റ് ആക്കിയിട്ടില്ല ആ കോളേജിൽ. അപ്പോഴവർ ആരോ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കും. ആരോ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരവിടെ പ്രിൻസിപ്പൾ വിളിക്കും. എന്താ വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ കോളേജ് വല്ലതും നോട്ടമുണ്ടോ, അതോ ഈ കോളേജിൽ തന്നെ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ടോ ചോദിക്കും. അപ്പോൾ ഡോക്ടർ ദേവി പറയും, ഞാൻ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ട്, കോളേജിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് പറയും. പക്ഷേ എന്നിട്ട് ഉടനെ ഇവരെ പെർമനൻ്റ് ലെക്ചറാക്കി അവർ അപ്പോയിൻറ്റ് ചെയ്യും. 23 വർഷം നടക്കേണ്ടതാണ്. അതായത് 23 വർഷം ഗസ്റ്റ് ലെക്ചറാണ്. വന്നും പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ ഡെയിലി വേജസ് പോലെ കിട്ടത്തുള്ളൂ ഗസ്റ്റ് ലെക്ചർമാർക്ക്. അപ്പം അതിൻ്റെ ശമ്പളം കിട്ടത്തില്ല. ഉടമ്പടി എടുത്ത ഉടനെ അതല്ല പ്രശ്നം. ഡോക്ടർ ദേവി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത നിമിഷം തന്നെയാണ് അവിടെ പ്രിൻസിപ്പളും മാനേജറുമൊക്കെ എൻ്റെ പഴയ ഹിസ്റ്ററി ചകഞ്ഞത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, മരിയൻ സൈൻ. എല്ലാത്തിലും ഒരു മരിയൻ സ്റ്റിഗ്മാത്ത ഉണ്ടാകും. അതായത് മരിയൻ അടയാളങ്ങൾ കാണും. അത് അമ്മ തന്നെ ചെയ്തു തന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അമ്മ അനുഗ്രഹിക്കത്തുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ മണിക്കൂറും അവർ എൻ്റെ പഴയ ഫയലുകൾ നോക്കി. ഫയൽ നോക്കിയപ്പോൾ ഇവർക്ക് റിമാർക്സൊന്നുമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവരെയും മെരിറ്റുള്ള ആളാണ്. പക്ഷേ അവർക്ക് കൂടി താല്പര്യം വരണ്ടേ? അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ മെരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ക്ലെയിമില്ല. അത് അവർക്ക് കൂടി താല്പര്യം വേണം. ഇപ്പം നമ്മൾ സഹകരണ സംഘത്തിലൊക്കെ പോയി പ്രൈവറ്റ് സംഘങ്ങളിലൊക്കെ ചെന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ബോർഡൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം. മെരിറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതുപോലൊരു അവസ്ഥയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തോടുകൂടി അമ്മ പഴയ ഫയലെല്ലാം എടുപ്പിച്ചിട്ട് ഈ ആളെ മാർക്ക് ചെയ്ത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് വേണമെങ്കിൽ അമ്മ നേരിട്ട് പോയി ഫയലെടുത്ത് കളയും. അങ്ങനെയാണ് ഇപ്പോൾ അവർ സാക്ഷ്യം പറയണത്. പെട്ടെന്ന് അവരെ ദിവസങ്ങൾക്കുള്ളിൽ അവരെ പെർമനൻ്റായിട്ട് അവരെ അതിൽ അപ്പോയിൻ്റ് ചെയ്യും. അവർ പറയും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അപ്പോയിൻ്റ് ചെയ്യും. അവർ പറയും സാക്ഷ്യം, അവർ ഇൻ്റലക്ച്വൽ ലേഡിയാണ്, അവരൊരു ലേണൽ ലേഡിയാണ്. അവരാ ഉടമ്പടിയെ സമീപിക്കുന്ന രീതി കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഇൻ്റലക്ച്വൽ? ഇപ്പം അവരുടെ കയ്യെ തന്നെ കയ്യിൽ ഭയങ്കര വർഷങ്ങൾ പഴക്കമുള്ള ഒരു പരുവുണ്ട്. അതിങ്ങനെ പഴുത്തും നീര് വന്നും ഒക്കെ ഇരിക്കുകയാണ്. പഴുത്തും നീര് പലതരത്തിൽ ഓയിൻമെൻറ്റ്സൊക്കെ അവിടെ പേട്ടറുണ്ട്. പക്ഷെ പിന്നെയും പഴുക്കും, പിന്നെയും നീര് വരും, കൈ വണ്ണച്ചിരിക്കും, പിന്നെ കുഴിനകം പോലെ പോയി. അത് അവസാനത്തിൽ അവർ ഇതെടുത്തിട്ട് ഉടമ്പടി തൈലമെടുത്ത വിശ്വാസപ്രമാണം ചൊല്ലി ആ കുഴിനകത്ത് ഡോക്ടറാണെന്ന് വിചാരിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, അമ്മ ഈ വിമർശനങ്ങൾ ആൾക്കാരെ പുറത്ത് ബുദ്ധിയും ബോധവും ഇല്ലാത്തവൻ കാര്യമറിയാതെ അനുഭവജ്ഞാനമില്ലാതെ എന്തൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി അടയാളങ്ങൾ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട് അമ്മ ഇവിടെ ചെയ്യിച്ച് മാറ്റുന്നുണ്ട്. അത് തന്നെ ഓർക്കണം. ഇത് സംഗതി ഇവിടെ ചെന്ന് ഈ അടുത്ത കാലത്ത് ഇതുകൊണ്ട് അവസാനിക്കത്തില്ല. ഇത് അമ്മയും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയക്കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നവരെ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതായത് അത് ക്രൈസ്തവരായാലും ശരി അക്രൈസ്തവരായാലും ശരി
ആരായാലും ശരി, ഡോക്ടറായാലും ശരി, പഠനം ഇല്ലാത്തവരായാലും ശരി, ആർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവോ അവരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണും. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.